പക്ഷെ അത് 12 മണിക്ക് എത്തൂല. 5:30 ആകുമ്പോ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് 6 ഉണ്ടാവും. 6 ഇറങ്ങി. ഇനി ഞങ്ങൾ കുറെ വേറെ സ്ഥലങ്ങളിലൊക്കെയാണ് പോയിട്ടാണ് പോകുന്നത്. കുറെ ദിവസത്തിന് ശേഷം ഫുൾ എക്സ്പ്ലോർ. ഇത് കുറെ കാലത്തെ പ്ലാനായിരുന്നു. കുറെ കാലത്തല്ല, ഞങ്ങളിവരെ വെയിറ്റ് ചെയ്യായിരുന്നു. ഒരു 7:30 ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് നല്ല വിശക്കാൻ തുടങ്ങി. പിന്നെ ഫുൾ ഹോട്ടൽ തപ്പലായിരുന്നു. ഒറ്റ ഹോട്ടലിലായിരുന്നു. നമുക്ക് ഹോട്ടൽ കിട്ടി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് നമ്മുടെ റെസ്റ്റോറന്റ്. മസാല ദോശ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നലെ വിളിക്കാൻ വിട്ടതാ. ആണോ? കൊള്ളാം. അങ്ങനെ അമൃത കഴിച്ചിരിക്കുന്നു ഗൈസ്. എങ്ങനെയുണ്ട് ഫുഡ്? എന്താണ് ഇഷ്ടമായ വട? ക്രിസ്പി വടയാണ്. ഹായ്, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നേരെ മുത്തങ്ങ ഫാൾസിലേക്ക് വിട്ടു. പിന്നെ ഫുൾ ഡിസ്കഷൻ ആയിരുന്നു. പിന്നെ ഒരു ദിവസം വരാനും അങ്ങനെ മോർണിംഗ് ട്രക്കിങ്ങിന് പോകുമ്പം അങ്ങനെ കടുവനൊക്കെ കാണുമല്ലോ, അതൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ആനനെ കണ്ട്, കുരങ്ങനെ കണ്ട്, മാനിനെ കണ്ട്, അങ്ങനെ കുറച്ച് മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. പിന്നെ ഫുൾ അങ്ങോട്ട് അടിപൊളിയായിരുന്നു. നല്ല രസമായിരുന്നു പോകാൻ. നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ ഒരു ഹട്ട് ദൂരെ, അതങ്ങ് ദൂരെ. സൂപ്പർ നൈസ്. This is my husband. This is അശ്വന്തേട്ടൻ. ഇനി നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മളിപ്പോ മുത്തങ്ങ പോയി, ബന്ദിപ്പൂർ പോയി. പിന്നെ ഞങ്ങൾക്ക് വരുന്ന വഴിക്ക് എന്താ ചെക്കിങ് കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പോവുകയാണ്. ഇനി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഇനി കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. നെക്സ്റ്റ് പോകുന്നുണ്ട്. രാത്രി ഞങ്ങൾ തന്നെ കുക്കിംഗ് ആണ്. സോ ഇനി നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകുമ്പോൾ കാണാം. വയനാട് നെസ്റ്റോയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ പോയി മേടിക്കാം. പിന്നെ ചിക്കനൊക്കെ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാം. സോ ഞങ്ങൾ പോയി സാധനങ്ങൾ മേടിക്കാം, കാണിച്ചു തരാം. ചില്ലി പൗഡർ, സോൾട്ട് വേണം, ഗാർലിക്, ടെർമറിക്, ജിഞ്ചർ. ഇവിടെ എല്ലാവരും ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൂസെ കിട്ടിയോ? അപ്പൂസ് ക്യാമറയുടെ മുമ്പിലൊന്നും പറയില്ല. മേടിക്കുന്നുണ്ട്. ഉച്ചക്കത്തേക്ക് ബിരിയാണി വാങ്ങണുണ്ട്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾ വാങ്ങുന്നുണ്ട്. അമൃതയും ഏട്ടനും തന്നെ മേടിക്കാൻ പറ്റും. സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. നല്ല രസമായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ കാടാണ്. സോ നല്ല രസമാണ്. ഞങ്ങളത് മുമ്പ് പോകുന്നത് ഞങ്ങളെ കെയർടേക്കറാണ് അവിടുത്തെ. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു എല്ലാ കാര്യത്തിനും. ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുന്നതാണ്. നമ്മളെ റിസോർട്ടല്ല, ഒരു കോട്ടേജ് ആണത്. ബട്ട് ഇറ്റ്സ് റിയലി നൈസ്. ഞങ്ങളെ സ്ഥലം ഞങ്ങൾ കാണിച്ചു തരാം. ദിസ് ഈസ് ദ പ്ലേസ് ദാറ്റ് വി ആർ ഗോയിങ് ടു സ്റ്റേ. അല്ലേ, എങ്ങനെയുണ്ട്? നൈസാണ്. ഞാൻ പൂളൊക്കെ കാണിച്ചു തരാം കേട്ടോ. പൂളുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് പൂളിലേക്കാണ് പോകുന്നത്. ഓരോ ഉള്ളിൽ കയറിയിട്ടുണ്ട്. പൂള് കാണാം. ഇതാണ് ഗായ്സ് പൂള്. അടിപൊളിയാണ്.
ഇതാണ് നമ്മുടെ വില്ല. ഇത് ഫുള്ള് വലിയൊരു എസ്റ്റേറ്റ് ആണ്, ടീ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. ഫുൾ റൗണ്ടഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈവനിങ് ഒക്കെ പ്ലേ ചെയ്യാനുള്ള ഷട്ട് കോട്ട് ഉണ്ട്. ഇതാണ് യെസ്, ഇതാണ് ഞങ്ങൾ ഉള്ളോട്ട് കയറുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഇരിക്കാം. പിന്നെ ഇവിടെ ഒരു റൂമുണ്ട്. പിന്നെ ഇതാണ് ബാത്റൂം, വലിയ ബാത്റൂമാണ് ഗായ്സ്. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. ഞാൻ ദെൻ ഈ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇതടുത്ത റൂം, അത് തുറന്നു പോയ കിച്ചൺ ആണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു റൂമ്, ഇതൊരു റൂമ് ഗായ്സ്. അവിടെയുള്ള സെയിം ബാത്റൂമാണ്. ഇതാ ഇനി കിച്ചൺ. നേരത്തെ ഞാൻ കാണിച്ചു തന്ന റൂം തന്നെയാണത്. കിച്ചൺ ഉണ്ട് പുറത്ത്. കിച്ചണിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, കിച്ചണിക്കല്ല മിസ്സായി കിടക്കണം. അപ്പം ജസ്റ്റ് വ്യൂ കാണിച്ചില്ല. ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ അടിപൊളിയാണ്. മഴയൊക്കെ പെയ്ത സെറ്റ് ആംബിയൻസ് ആയിരിക്കും. സോ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറി ഇതാ ഫുഡ് കഴിക്കാൻ പോവാണ്. നെക്സ്റ്റ് ഒന്ന് മേടിച്ച ബിരിയാണി ഒക്കെ ഇതാ അമ്മടുത്ത ചേച്ചി സെർവയാണ്. ഫുഡൊക്കെ കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം നമുക്ക് പൂളിൽ ഇറങ്ങാൻ. സോ ഫുഡ് കഴിച്ചതാണ്. അത്യാവശ്യം ടേസ്റ്റും ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് നല്ല ക്വാണ്ടിറ്റിയും പീസും ഉണ്ടായിരുന്നു. 2 പീസൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് വരാം ഗായ്സ്. ഞങ്ങൾ പൂളിൻ്റെ അവിടെ എത്തി. അമൃത മാറ്റാൻ പോയി. അപ്പൂസ് അത് അങ്ങനെ നടക്കണുണ്ട്. ഇവിടെ നല്ല രസമുണ്ടതാ. അപ്പൂസേ അവിടെ അടിപൊളി, നല്ല രസമുണ്ട്. മീൻസ് പീസ്ഫുള്ളാണ്. അപ്പൂസിൻ്റെ പുതിയ പുതിയ സ്കിൽസൊക്കെ ഇറക്കും. നല്ല രസമുണ്ട് ഗൈസ്. എന്താ ഹോം ഫീലാണ്, നല്ല രസമുണ്ട്. ഇവിടെ ചുറ്റും കാണിച്ചു തരാം. അപ്പം കുറച്ചിൻ്റെ നടക്കാൻ പോവും. അപ്പം കാണിച്ചു തരാം എല്ലാ സ്ഥലവും. എന്തായാലും അടിപൊളിയാണ്. എന്താ പറയുക, അടിപൊളിയാണ്. നമുക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ വന്ന് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമാണ്. മീൻസ് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ആ പ്രോപ്പർട്ടിയിൽ. അതുകൊണ്ട് തന്നെ ഭയങ്കര പ്രൈവറ്റ് ഏരിയ ആണത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സമാധാനത്തോടെ മീൻസ് കളിച്ച് ചിരിച്ച് എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റും. ഒറ്റയ്ക്കൊക്കെ വരുമ്പോൾ കുറച്ച് പേടിയാവും, എന്നാലും സെറ്റ് സ്ഥലമാണ്. മഴയൊക്കെ പെയ്താൽ നൈസായിരിക്കും. സോ ഗായ്സ്, നമ്മളിവിടെ എന്താ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾസോ ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളിത് സെൽഫ് കുക്കിംഗ് ആട്ടോ. നമുക്ക് പുറത്തുനിന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊരു ടി വി അവിടെ ഉണ്ട്, അടിപൊളിയാണ്. മീൻസ് ഫെൻസൊക്കെ കിട്ടിയിട്ടാണ്. മൃഗങ്ങളൊക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ 3 നായക്കുട്ടികളുണ്ട്. അതിലൊരാൾ പേര് ബ്രൂണോ എന്നൊക്കെ ഇട്ട്. പിന്നെ അതാണ് നമ്മുടെ ബ്രെഡ് ഓംപ്ലേറ്റ് ആൻഡ് ടീ. പിന്നെ ഞങ്ങളെല്ലാവരും പാടെ അപ്പൂസിന് വെയിറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ ചായയൊക്കെ കുടിച്ച് കുറേ നേരം കഥയൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് അവിടെ കുറേ നേരം ഇങ്ങനെ സ്പെൻഡ് ചെയ്തു. നമ്മൾ ഇന്നത്തേക്ക് നൈറ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിക്കുകയാണ്. പറയും എന്താ നമ്മൾ ഉണ്ടാക്കണേ? ചിക്കൻ 65 ആണ് നമ്മൾ ഉണ്ടാക്കണേ, വിത്ത് ഗ്രേവിയാണ്. 2 ഒന്ന് കറി പോലെയും വെക്കണം, ഗ്രേവി ടൈപ്പും ഒന്ന് ഡ്രൈ ആയിട്ട് വെക്കുന്നുണ്ട് ഗായ്സ്. ഞങ്ങൾക്ക് ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ട് ഡാൻസ് കളിച്ച് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. ഗായ്സ്, ഇപ്പോൾ രാവിലെ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇന്നലെ കുറേ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇന്ന് രാവിലത്തെ വ്യൂ കാണിച്ചു തരാം. അടിപൊളി, നല്ല രസമുണ്ട്. പീസ് കാം പ്ലേസാണ്. അപ്പം രാവിലെ എങ്ങനെയാണ് കാണിച്ചു തരാം കേട്ടോ.
രാവിലെ ഇതാ ഇങ്ങനെ ഉണ്ടാവും. നല്ല രസമില്ലേ? ഫുൾ ബേർഡ്സിൻ്റെയും കാറ്റിൻ്റെയും വെള്ളത്തിൻ്റെ സൗണ്ടാണ്. ഇത് പുറത്തേക്ക് പോകണ വഴിയാണ്. ഒരു കാട് ഏരിയ, നല്ല രസമാണ്. ഇത് നമ്മുടെ പൂള്. ഇന്നലെ കളിച്ച് രാത്രി എപ്പോഴാണ് നമ്മളറിയാം വരും. ബ്രൂണോ, ഇത് ബ്രൂണോ ബ്രൂണോ ഡി. നമ്മുടെ അമൃതേച്ചി ചായ വന്നിട്ടുണ്ട് ഗൈസ്. അമൃതേച്ചി വിത്ത് ചായ. സ്നോ കോഫി ഇട്ടോ, ബട്ട് കോഫി. പല്ലേക്കാണ്ട് കുടിക്കാൻ പോകുന്ന ബെഡ് കോഫി. താങ്ക് യു. ഗുഡ് മോർണിംഗ്. ഏ അവിടെ ഇരിക്കുന്ന ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇന്നലെ ചായ കുടിച്ചതാണ് അവിടുന്ന്. ഇന്നലെ ഞങ്ങൾ ഇവിടുന്നാണ് ചായ കുടിച്ചത് വൈകുന്നേരം. ഈ പ്ലേസ്. പിന്നെ ബാക്കിലേക്ക് വരുമ്പം ഫുള്ള് ആ ചെടികളൊക്കെ വെച്ച് നല്ല രസമാണ്. ഈ ഒരു വ്യൂ അടിപൊളിയാട്ടോ. സൺലൈറ്റൊക്കെ വന്നിട്ട് അവിടെയൊക്കെ നല്ല കാടാണ്. ഫെൻസ് കെട്ടിയിട്ടുണ്ട് അവിടെയൊക്കെ. ഇങ്ങനെ നല്ലോണം നോക്കി കാണാം ഉണ്ടോ. സോ ഇതാണ് നല്ല സൺലൈറ്റൊക്കെ വരുന്നുണ്ട്. അടിപൊളി അടിപൊളി, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പാഷൻ ഫ്രൂട്ടിൻ്റെ ബാക്കിൽ പാഷൻ ഫ്രൂട്ടൊക്കെ ഉണ്ട്. കാണുന്നുണ്ടോ? കണ്ടോ? നമ്മൾ അങ്ങോട്ട് തന്നെ പോവാം. ബെഡ് കോഫി അമ്മത്തേച്ചി കൊണ്ടുവന്ന ബെഡ് കോഫി ഉണ്ട്. സോ ഇനി ഫുള്ള് ഞങ്ങൾ നടക്കാൻ പോവാണ്. ആ ഏരിയ ഒന്ന് കവർ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല രസമല്ലേ കാടിനുള്ളിൽ കൂടെ നടക്കാൻ. ഞങ്ങളങ്ങനെ പോവാം. കാടയുണ്ട്, ജാക്ക് ഫ്രൂട്ട് ഉണ്ട്, പാഷൻ ഫ്രൂട്ട് ഉണ്ട്. പിന്നെ എന്തൊക്കെയല്ലേ താഴേക്ക് പോകാം. ബാക്കിൽ നിന്ന് കുറേ നോൺസ്റ്റൻ സ്റ്റോക്സ് വരുന്നു. നോൺസ്റ്റൻ സ്റ്റോക്സ്. യെസ്, അതെ അതെ. നമ്മൾ ഇവിടുത്തെ ഫുൾ വ്യൂ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഉണ്ട്. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന പോലെ എല്ലാവരും നടക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതാ അവിടെ എന്തോ കണ്ടുപിടിച്ചെന്നാറ് പോകുന്നുണ്ട്. ആ തേങ്ങയാണ് കണ്ടുപിടിച്ചത്. കാട്ടുതേങ്ങ. അതന്നെ ഞങ്ങൾ കാട്ടുപൂമ്പാറ്റനെ കണ്ടു, കാട്ടുപൈനെ കണ്ടു, പിന്നെ മാന്, ആന, പിന്നെ എന്തെങ്കിലും കണ്ടിനി? കാട്ടുപച്ചത്തുള്ളൻ. അങ്ങനെ കുറേ ഐറ്റംസ് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ പിന്നെ തിരിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോയി. ഭാര്യയും ഭർത്താവും പാടെ ബ്രെഡ് ഓംലേറ്റ് ഉണ്ടാക്കിയാണ്. എല്ലാവരും ബിസി പണിയിലാണ്. ടുഡേയ്സ് ബ്രേക്ക്ഫാസ്റ്റ്.
പോവാണ് ഗായ്സ്. കപ്പിൾ ഫോട്ടോസ്. ഇണ്ടതല്ല ഇവരത്. ഇവനാണ് കപ്പിള്. കപ്പിള് 2 കൊല്ലം കഴിഞ്ഞ് കപ്പിള്. നല്ല നട്ടപ്പൊരു വെയില്. അവിടെ ഒരു മല കാണുന്നുണ്ട്. നമ്മൾ അഗൈൻ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളവിടുത്തെ ബോഡി ഗാർഡ്സ്. ഇതൊരാളുണ്ട്. ഇനി ബ്രൂണോ ഉണ്ട്. പിന്നെ ബ്രൂണോനൊരു അനിയത്തിയും ഉണ്ട്. ഇവരാണ് ഫുൾ ടൈം ഇവിടെ ഉണ്ടാവുക. ഗൈസ് അങ്ങനെ പൂളിലൊക്കെ കളിച്ച് കഴിഞ്ഞ് ഞങ്ങളിതാ പോകാൻ വേണ്ടി മാറ്റി റെഡിയായി നിൽക്കുകയാണ്. എല്ലാവരും പാക്കിങ് ബാഗൊക്കെ പുറത്തേക്ക് എടുത്തവരാണ്. അമൃത ചേച്ചി മാറ്റിക്കഴിഞ്ഞു. എല്ലാവരും ഇതാ ബാഗൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇറങ്ങുകയാണ് കാറിലേക്ക്. സോ എടുത്ത് വെക്കട്ടെ. ഇനി ബാക്കി നമുക്ക് കാണാം. ഞങ്ങൾ പോവാണ്. ഞങ്ങൾ സ്റ്റേ ചെയ്ത വീടാണത്. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിൽ കാണാം.